കഴിഞ്ഞ പ്രാവശ്യം വെണ്ട കൃഷിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. വെണ്ട കൃഷി വിളവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കർഷകർക്ക് സജസ്റ്റ് ചെയ്യാനുള്ള എന്താണ് ഈ നമ്മളെ കർഷകരോട് വെണ്ട കൃഷിയുടെ ഇതിൽ കർഷകരോട് പറയാനുള്ളത് എന്താണ്? ഇത് നൂതന രീതിയിൽ ഇതുപോലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് കൃഷിയായാലും വെണ്ട മാത്രമല്ല നമുക്ക് ഏത് കൃഷിയായാലും നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. ഈ നിങ്ങൾ വെച്ചിട്ടുള്ള ഏത് ഇനത്തിൽപ്പെട്ടാണ്? രാധികാന്ന് പേരായിട്ട് രാധികാന്ന് പറയുന്നത്. രാധിക അത് പറഞ്ഞ ശിഖരങ്ങൾ കൂടുതലുള്ള ഇനം. ഓരോ ഇതിൽ നിന്ന് തന്നെ 5-6 ശിഖരങ്ങൾ ഉണ്ടാവും. ആ ഓരോ ശിഖരത്തുമ്പോൾ 2-3 കായ നമുക്ക് ഡെയിലി ഒന്നരാടം പൊട്ടിക്കാം. 1-8 ദിവസങ്ങളിൽ പൊട്ടിക്കാൻ പറ്റും. അപ്പോൾ കർഷകരോട് സജസ്റ്റ് ചെയ്യാനുള്ളത് രാധിക എന്ന് പറയുന്ന ഇനമാണ്. അതായത് വെണ്ട കൃഷിയിൽ ഏറ്റവും നല്ല റിസൾട്ട് തരുന്ന ഒരു നൂതന ഹൈബ്രിഡ് ഇനാണ് അല്ലേ? ഹൈബ്രിഡ് ഇനാണ്. രാധിക കൃഷി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ കാറ്റിൻ്റെ പ്രശ്നം വരില്ല, മഴയിൽ ഇങ്ങനെ ഒടിഞ്ഞു വീഴുമെന്നൊരു പ്രശ്നം വരില്ല. ഇത് വിളവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നല്ല വലുപ്പമുണ്ട്. ഇപ്പോൾ ഇത് ഓണത്തിനോടനുബന്ധിച്ച് ചെയ്തതാണ്. ഓണത്തിന് കുറച്ച് കിട്ടി. ഇപ്പോൾ അതിന് ശേഷവും നല്ല വിളവെടുപ്പുണ്ട്. കണ്ടോ, ധൈര്യമായിട്ട് നിങ്ങൾക്ക് കൃഷി ചെയ്യാം. രാധിക ഇനം 1-2-3 എണ്ണം ഒരു കൊമ്പിൽ തന്നെ 3 എണ്ണം എടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു തടത്തിൽ തന്നെ. അതുപോലെ തന്നെ 3 ഇതുണ്ടാവുമല്ലോ, 4-5 ശിഖരങ്ങൾ ഉണ്ടാവുമല്ലോ. ഓരോ ശിഖരത്തുമൊന്നും ഇതിപ്പം ഇതുമൊന്നും ഇപ്പോൾ ഓരോന്ന് പൊട്ടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വെണ്ട കൃഷിക്കാർ ചെയ്യേണ്ടത് രാധിക ഇനം നിങ്ങൾ കൃഷി ചെയ്താൽ നിങ്ങൾക്ക് 100% വിജയം ഉറപ്പാണ്. അതാണ് ടേസ്റ്റുള്ള ഇതാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതായത് നല്ല ടേസ്റ്റാണെന്നാണ് പറയുന്നത്. ഇത് കൊണ്ടുപോയവരൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാധിക ഇനം നിങ്ങൾക്ക് ധൈര്യമായിട്ട്. ഇപ്പോൾ ഇത് അധികം നാളായിട്ടില്ല അല്ലേ? ഇതിപ്പോൾ 2 മാസമായി. ഈ ഇനം വന്നിട്ട് ഈ രാധിക ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടണാണത്. പേരൊന്നുകൊണ്ട് പറഞ്ഞേ? രാധിക അതല്ല, ഈ നിങ്ങളുടെ പേര്? ശശി. ശശി ഇത് കൃഷി ചെയ്യുന്നത് 2 മാസമായിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് ഈ വെണ്ട കൃഷിയിലേക്ക് തിരിയുന്നത്. വെണ്ട കൃഷിയിൽ ശശിയായിട്ട് ആദ്യമായിട്ട് ഈ രാധികയാണ് കൃഷി ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഇടയിലൊരു നാടൻ ഇനുണ്ട്. ഇതാണ് ഇതേതാണ്? പേരറിയില്ല. ഇത് എന്താണ് നിറം? എന്താണ്? ഒരു റോസ് കളറാണ്. അപ്പോൾ അത് നാടൻ. അതിൻ്റെ ഇടയിൽ കൊടുത്തിരിക്കുന്നു മാത്രം. അത്യാവശ്യം ഇനിയും പൂവിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വെണ്ട കൃഷി ഇത് അത്യാവശ്യം ലാഭകരമായൊരു കൃഷിയാണ്. അത്യാവശ്യം നല്ല പരിചരണമൊക്കെ കൊടുക്കണം. നിങ്ങൾക്ക് വെണ്ട കൃഷിയിൽ 100% വിജയിക്കണമെങ്കിൽ രാധിക ഇനം കൃഷി ചെയ്താൽ മതി എന്നാണ് ശശിയേട്ടൻ പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം. അതായത് അദ്ദേഹം പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തതാണ്. ചെയ്തത് അത്യാവശ്യം നല്ല രീതിയിൽ സക്സസ് ആയിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഡെയിലി ഇത് വിളവെടുപ്പ് നടത്തണം, അല്ലെങ്കിൽ മൂത്ത് ആകെ നാശമായി പോകും. ഓക്കെ, അപ്പോൾ വെണ്ട കൃഷിക്കാർക്ക് നിർദ്ദേശിക്കാനുള്ളത് രാധിക ഇനം കൃഷി ചെയ്തോളൂ. നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. നല്ല പരിചരണവും വളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ 100% വിജയം ഉറപ്പാണ് അല്ലേ ശശിയേട്ടാ? ഓക്കെ, ഇത് പുതിയവനടുത്ത് കാതിക്കോട് നടത്തുന്ന ഒരു കൃഷിയാണിത്. ഇവിടെ അലക്സ സ്കൂളിൻ്റെ അടുത്താണ് ഈ സ്ഥലം. മതിലത്തെ പഞ്ചായത്തിൽ 3-ാം വാർഡ് അല്ലേ? 3-ാം വാർഡിലാണ്. ഇടയ്ക്ക് കക്ഷി ചെണ്ടുമല്ലി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ചെണ്ടുമല്ലി ഓണത്തിനോടനുബന്ധിച്ച് ചെയ്തതാണോ? കുറച്ചായുള്ളൂ.